ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റുകളിലേക്കും മാർച്ചും ധർണയും നടക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, എന്തൊക്കെയാണ് ഈ മാർച്ചിന്റെയും ധർണയുടെയും ഒക്കെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തി മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ, അതായത് കളക്ടറേറ്റുകളിലേക്ക് ഇന്ന് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണ് കോൺഗ്രസ് KPCCയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കുന്നത്. നേരത്തെ ധർണ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. ഇത് അദ്ദേഹം പറയുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് LDFന്റെ ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണം കൊടുത്തുവിടുന്നത്. സ്വർണം നൽകി ഏതാണ്ട് 1 മാസവും 9 ദിവസവും പിന്നിട്ടതിന് ശേഷമാണ് ഇത് ചെന്നൈയിലേക്ക് എത്തുന്നത്. ആ 1 മാസവും 9 ദിവസവും എന്നുള്ളത് ഈ ഒറിജിനൽ സ്വർണം വിൽക്കാനുള്ള സമയമാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനുള്ള സമയമാണ്. ഒറിജിനൽ സ്വർണം ഏതോ കോടീശ്വരന്മാർക്ക് വിറ്റു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അതിൽ KPCC അധ്യക്ഷനുമൊപ്പം മുൻ KPCC അധ്യക്ഷൻ K മുരളീധരനും പറയുന്നത് SIT അന്വേഷണം പൂർണ്ണമായി സർക്കാർ നിയന്ത്രണത്തിലാണ്, മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ്. ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലെ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണം എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസ് ഒരുപോലെ ഉയർത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിയമസഭയ്ക്കകത്ത് കോൺഗ്രസും UDF ഇതുമായി ബന്ധപ്പെട്ട് 2 MLA മാർ സത്യാഗ്രഹ സമരം, ഉപവാസ സമരം ആരംഭിച്ചതും ശ്രദ്ധേയമായ കാര്യം. അടുത്ത ദിവസങ്ങളിലും സഭയ്ക്കകത്തും പുറത്തും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിഷയമായി ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലകളിൽ കളക്ടറേറ്റുകൾക്ക് മുന്നിലുമാണ് ഈ പ്രതിഷേധ മാർച്ചും ധർണയും നടക്കുന്നത്. തിരുവനന്തപുരത്ത് VD സതീശനാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്. ബ്രേക്കിംഗ് ന്യൂസ് തുടരും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തു വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണം, വാസുവിനെ പുറത്തു കൊണ്ടുവരണം, അല്ലെ, പത്മകുമാറിനെ പുറത്തു കൊണ്ടുവരണം, എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം. അതിനാണ് ഇപ്പോൾ SITയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത്. അവർ പുറത്തു വന്നാലുള്ള സ്ഥിതി എന്താ? ഇതെവിടെയാണ് വിറ്റതെന്ന് ഇതുവരെ SIT കണ്ടുപിടിച്ചിട്ടില്ല. ഇവര് വന്നു കഴിഞ്ഞാൽ ഈ തെളിവുകൾ മുഴുവൻ പുറത്തു വന്നാൽ നശിപ്പിക്കും. അത് വളരെ വ്യക്തമാണല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്താ? ഇവിടെ KPCC പ്രസിഡന്റ് പറഞ്ഞു 3 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിലാണ്. എന്തിനാ? തേങ്ങ മോഷ്ടിച്ചതിനല്ല, ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം മോഷ്ടിച്ചതിന് ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു നടപടി, അച്ചടക്ക നടപടി CPM. അപ്പൊ CPM സപ്പോർട്ട് ചെയ്യാണോ ഈ പ്രതികളെ? അതാണ് ഞങ്ങളുടെ ചോദ്യം. CPM അവരെ പിന്തുണയ്ക്കുകയാണോ? CPMന് പേടിയാണ് അവരെ. അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ ഇനിയും ക്യൂവിൽ നിൽക്കുന്ന പല CPM നേതാക്കന്മാരുടെ ഈ പേര് പറയും. ഇത് തീർന്നിട്ടില്ല, ക്യൂ തീർന്നിട്ടില്ല. ഒരുപാട് പേര് കൂടി ആ ജയിലിൽ എത്തിച്ചേരാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.